ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വി.ഡി. സതീശന്റെ വാദം പൊളിയുന്നു. മൗദൂദിയുടെ മതരാഷ്ട്രവാദ പ്രചാരണം ശക്തമാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൂഢനീക്കം. ഇന്ന് മലപ്പുറത്ത് ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കാൻ നീക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ സിദ്ധാന്തം ഉപേക്ഷിച്ചെന്ന് വി.ഡി. സതീശൻ മറുപടി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ കെ.ടി. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഏതായാലും വി.ഡി. സതീശൻ വെള്ളപൂശിയ ജമാഅത്തെ ഇസ്ലാമി തനിനിറം ഇപ്പോൾ പുറത്തു കാട്ടിയിരിക്കുകയാണ്. മൗദൂദി കൊണ്ടുവരുന്ന മതരാഷ്ട്രവാദം അത് അതേ രീതി നടപ്പാക്കാൻ താഴെത്തട്ട് വരെ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഇന്ന് ചർച്ചാ സദസ്സിന് തുടക്കമാവുകയും ചെയ്യുന്നു. ഒരേ സമയം സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിച്ചത് വർഗീയതയുമായി കൂട്ടുകെട്ടില്ലെന്ന് പറഞ്ഞത്, വർഗീയത ഉപേക്ഷിച്ചു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതെല്ലാം പൊളിയുകയാണ്. എന്താണ് ഈ ചർച്ചാ സദസ്സിനെ കുറിച്ച്, ഒപ്പം വി.ഡി. സതീശൻ പറഞ്ഞതിനെ കുറിച്ചും? സിജു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് വളരെ പരസ്യമായി ജമാഅത്ത് ബന്ധത്തിലേക്ക് UDF നേതാക്കൾ കടക്കുന്നത്. അതിന് മുസ്ലിം ലീഗിൻ്റെ വലിയ പിന്തുണയും ഉണ്ടായിരുന്നു. വി.ഡി. സതീശനാണ് അന്ന് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളില്ല, അവർ മൗദൂദിയെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഒരുപാട് മതരാഷ്ട്രവാദം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അവർ അടുത്ത ദിവസങ്ങളിൽ നടത്താനിരിക്കുന്ന വലിയ പ്രചാരണ പരിപാടികൾ. ഇന്ന് പരിപാടിയുടെ തുടക്കമാണ്. ചർച്ചാ സദസ്സ് ഇന്ന് നടക്കുകയാണ്. മൗദൂദിയുടെ മതരാഷ്ട്രവാദ ആശയങ്ങൾ പരമാവധി താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോളിഡാരിറ്റി വഴി ഇത്തരത്തിലൊരു ശരി സ്വാലിഹ് തുടരുക. ഏതായാലും ഇപ്പോൾ സതീശൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതിന് ശേഷം മാത്രമേ എന്തായിരുന്നു അതിൽ പതിയിരുന്ന അപകടം, സതീശൻ 4 വോട്ടിന് വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ 4 വോട്ടിന് വേണ്ടി എടുത്ത നിലപാട് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഫാബ്രിക്കിനെ എത്രത്തോളം തകർത്തു എന്ന് അന്നത്തെ വാക്കുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏതായാലും സതീശൻ്റെ വാക്കുകൾ കേട്ട ശേഷം സ്വാലിഹിലേക്ക് മടങ്ങി വരാം. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിൻ്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കും. അവരെ ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാക്കുകളാണ് കേട്ടത്. എന്താണ് തെറ്റ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് UDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സതീശൻ പറഞ്ഞത്. അതായത് നേരത്തെ ഒളിഞ്ഞായിരുന്നു ഈ സഹായമെങ്കിൽ തെളിയുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അതിന് വെള്ളപൂശി കൊടുക്കുകയായിരുന്നു വി.ഡി. സതീശൻ. മതരാഷ്ട്രവാദികളല്ല എന്ന് ജമാഅത്ത് എന്ന് പറഞ്ഞ വി.ഡി. സതീശനാണ്. വോട്ട് വാങ്ങുന്നതിൽ തെറ്റ് എന്തെന്ന് ചോദിച്ചത് വി.ഡി. സതീശനാണ്. ആ വി.ഡി. സതീശൻ മറുപടി പറയേണ്ടതുണ്ട് കോൺഗ്രസ്സുകാരോട്, കേരളത്തിലെ പൊതുസമൂഹത്തോട്. കെ.ടി. സ്വാലിഹ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാലിഹ്, സതീശൻ പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമായി. ഇത് വർഗീയതയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ടതില്ല. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിലെന്താണ് തെറ്റ്? അതാണ് ചോദ്യം. എന്താണ് തെറ്റ്? മതരാഷ്ട്രവാദികൾ എന്ന് പറയും, മതരാഷ്ട്രവാദികൾ അല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നതിൽ എന്താണ് തെറ്റ്? മതരാഷ്ട്രവാദികൾ തന്നെയാണെന്ന് ഓരോ സന്ദർഭത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെയാണ് വി.ഡി. സതീശൻ വെള്ളപൂശാൻ ശ്രമിച്ചത്. സ്വാലിഹ്, സിജു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് മൗലാന മൗദൂദിയുടെ ആശയങ്ങളിൽ നിന്ന് അത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വി.ഡി. സതീശനാണ്. പക്ഷേ അങ്ങനെ ഒരു വാദം ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി നടത്തിയിട്ടില്ല. അത് ശരിവെക്കുന്നതാണ്. അവർ പരമാവധി ഈ കിട്ടിയ സമൂഹത്തിൽ കിട്ടിയ ഈ ഒരു അവസരം, പ്രതിപക്ഷ നേതാവ് നൽകിയ ഈ ഒരു സർട്ടിഫിക്കറ്റ് പരമാവധി ഉപയോഗപ്പെടുത്തി ഈ ആശയപ്രചാരണം നടത്താനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. മൗദൂദിയുടെ ആശയങ്ങൾ മാത്രമല്ല, മൗദൂദിയുടെ മരണത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രവാദത്തിന് വലിയ സ്വാധീനം ആഗോളതലത്തിൽ ഉണ്ടാക്കിയത് ഇസ്ലാമിക് ബ്രദർഹുഡാണ്. ഇസ്ലാമിക് ബ്രദർഹുഡിന് സൈദ്ധാന്തികമായി പിന്തുണ നൽകിയ കർദാവിയുടെയും അതോടൊപ്പം തന്നെ മൗദൂദിയുടെയും ആശയങ്ങൾ ഇന്ന് ഒരുമിച്ച് അവരുടെ പുസ്തകങ്ങളിലാണ് ഇന്നത്തെ ചർച്ച നടക്കുന്നത്. ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബ തുടങ്ങിയ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ നേതാക്കളെ, അവരുടെ ആശയങ്ങളെ, അവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെയൊക്കെ വളരെ സജീവമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നടത്തുന്നത്. സിജു.
സ്വാലിഹ് നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പ്രകടനങ്ങളിൽ ഈ ഹസനുൽ ബന്നയുടെയും അടക്കമുള്ള ബ്രദർഹുഡ് നേതാക്കളുടെ അടക്കം ചിത്രങ്ങൾ പതിപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഓർമ്മയിലുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം നിൽക്കുമ്പോൾ നേരത്തെ ഒരുപക്ഷേ സ്വാലിഹ് പറഞ്ഞതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾ ഇത്തരത്തിൽ മതരാഷ്ട്രവാദികളല്ലെന്ന് പറയുന്നു. അതിനുശേഷം വി ഡി സതീശൻ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അവർ മതരാഷ്ട്രവാദികളെ അല്ല, പണ്ടേ അവർ ഉപേക്ഷിച്ചാണ് മതരാഷ്ട്രവാദം. അവരുടെ വോട്ട് പല ഘട്ടങ്ങളിൽ നേടിയിട്ടുണ്ട്. അതിലെന്താണ് തെറ്റെന്ന് ചോദിച്ച വി ഡി സതീശൻ. പക്ഷേ അവർ അണുകിട പോലും അതിനുശേഷമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കന്മാർ പല കാലഘട്ടങ്ങളിൽ പ്രസംഗിച്ചത് പിന്നീട് കേരളത്തിലെ പൊതുസമൂഹം കാണുകയും ചെയ്തത്. ഒരു കാലഘട്ടത്തിൽ പോലും അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല. എന്താണോ RSS ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാട്, അതിന് സമാനമായ തീവ്ര മുസ്ലിം നിലപാടാണ് ഇസ്ലാമിക നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദം തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് വി ഡി സതീശൻ വെള്ളപൂശാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ആ സർട്ടിഫിക്കറ്റാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്തത്.